നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും കാണുന്ന, എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ജീവിയുണ്ട്. അതെ, കോഴികൾ. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാമല്ലേ? പക്ഷേ ഒന്ന് പറഞ്ഞോട്ടെ, ഈ സാധാരണ പക്ഷിയുടെ ജീവിതത്തിന് പിന്നിൽ ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന അതിശയകരമായൊരു ചരിത്രമുണ്ട്. ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആരും കാണാത്തൊരു മഹാകാവ്യമാണ്. 2023 കണക്കുകൾ പ്രകാരം ഈ ഭൂമിയിൽ എത്ര കോഴികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് ഊഹിക്കാമോ? കൃത്യം 26.5 ബില്യൺ, അതായത് 2650 കോടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ എണ്ണത്തേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണിത്. ഇത്രയധികം എണ്ണമുള്ള മറ്റൊരു പക്ഷിയും ഈ ലോകത്തില്ലാന്ന് പറയുമ്പോൾ തന്നെ ഇവയുടെ ഒരു സാമ്രാജ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിലും തല ചുറ്റിക്കുന്ന മറ്റൊരു സംഖ്യ കൂടിയുണ്ട്. 50 ബില്യൺ, അഥവാ 5000 കോടി. മനുഷ്യരുടെ ഭക്ഷണത്തിനായി മാത്രം ഓരോ വർഷവും വളർത്തപ്പെടുന്ന കോഴികളുടെ എണ്ണമാണിത്. ശരിക്കും ചിന്തിച്ചാൽ ഈ ഭൂലോകം തന്നെ അവരെങ്ങനെ കീഴടക്കിയെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഖ്യ. അധ്യായം 1. പെക്കിംഗ് ഓർഡർ അഥവാ അധികാരശ്രേണി. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ കടക്കാം. ഈ കൂറ്റൻ സംഖ്യകളിൽ നിന്നും മാറി ഇവയുടെ ശരിക്കുമുള്ള ജൈവശാസ്ത്രപരമായ ലോകം എത്രത്തോളം സങ്കീർണമാണെന്ന് നോക്കാം. പെക്കിംഗ് ഓർഡർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ കോർപ്പറേറ്റ് ലോകത്തൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. എന്നാൽ 1921 തോർലീഫ് ഷെൽഡറുപ്പ് എബേ എന്ന ശാസ്ത്രജ്ഞൻ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് എന്തിനാണെന്നറിയാമോ? പിടക്കോഴികൾക്കിടയിലെ അധികാര തർക്കങ്ങളെക്കുറിച്ച് പറയാനാണ്. അതെ, കൂട്ടത്തിൽ ആരാണ് ബോസ്, ആർക്കാണ് ആദ്യം ഭക്ഷണം കിട്ടേണ്ടത് എന്നതിനെ ചൊല്ലി കോഴികൾക്കിടയിൽ വലിയ തല്ലുപിടുത്തങ്ങൾ തന്നെ നടക്കാറുണ്ട്. രസകരമല്ലേ? അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, കോഴികൾ വെറുമൊരു ബുദ്ധിയില്ലാത്ത പക്ഷിയല്ല. അവയ്ക്ക് ഓരോന്നിനും അവരുടേതായ വ്യക്തമായ വ്യക്തിത്വങ്ങളുണ്ട്. മാത്രമല്ല, ആകാശത്തുകൂടി വരുന്ന പരുന്തിനും താഴെക്കൂടെ വരുന്ന കുറുക്കനും വെവ്വേറെ അപായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ അവർക്കറിയാം. ഇനി കുറുക്കനെപ്പോലുള്ള ശത്രുക്കൾ വന്നാൽ കൂട്ടത്തോടെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വരെ ഇവർക്ക് കഴിയും. അതിനേക്കാളൊക്കെ ഉപരി മനുഷ്യരെപ്പോലെ തന്നെ വൈകാരികമായി പ്രതികരിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ഈ ബുദ്ധിസാമർഥ്യം അവയുടെ ഇണചേരൽ പ്രക്രിയയിലും നമുക്ക് കാണാം. വളരെ കൃത്യമായ ഒരു ജൈവ പ്രക്രിയയാണിത്. ആദ്യം പൂവൻ കോഴി ഒരു പ്രത്യേകതരം നൃത്തം ചെയ്യും. ഇതിനെ നമ്മൾ സർക്കിൾ ഡാൻസ് എന്ന് വിളിക്കുന്നു. ഈ നൃത്തം കാണുമ്പോൾ പിടക്കോഴി അതിനോട് പ്രതികരിക്കും. തുടർന്ന് മൗണ്ട് ആൻഡ് ട്രെഡ്, അതിനുശേഷം ഒടുവിൽ ക്ലോക്കൽ കിസ് എന്ന പ്രക്രിയയിലൂടെ ബീജസങ്കലനം നടക്കുന്നു. പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണിത്. അധ്യായം 2. ലോകം കീഴടക്കുന്നു. ഇനി നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ 8000 വർഷങ്ങളായി മനുഷ്യ സംസ്കാരത്തിനൊപ്പം സഞ്ചരിച്ച് കോഴികൾ എങ്ങനെ ഈ ലോകം കീഴടക്കിയെന്ന് നോക്കാം. ഇന്ന് നമ്മൾ കാണുന്ന കോഴികളുടെ പൂർവികൻ എന്ന് പറയുന്നത് റെഡ് ജംഗിൾ ഫൗൾ അഥവാ നമ്മുടെ കാട്ടുകോഴികളാണ്. ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കാടുകളിൽ മുളകൾ കൂട്ടത്തോടെ പൂക്കുന്ന സമയത്ത് ആ വിത്തുകൾ ഭക്ഷിച്ച് വളരെ വേഗത്തിൽ വംശവർദ്ധനവ് നടത്താൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. ഭക്ഷണലഭ്യത കൂടുമ്പോഴുള്ള ഈ അസാമാന്യമായ കഴിവ് മനസ്സിലാക്കിയാണ് ആദ്യകാല മനുഷ്യർ കോഴികളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത്. മനുഷ്യന്റെ ഒരു ബുദ്ധിയെ. ഇനി നമുക്ക് ഈ ടൈം ലൈനിലേക്ക് വരാം. ഇതെങ്ങനെയാണ് വികസിക്കുന്നതെന്ന് നോക്കാം. 8000 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഇവയെ ആദ്യമായി ഇണക്കി വളർത്തിയത്. പിന്നെ BC 3000 പുരാതന സമുദ്രയാത്രകളിലൂടെയും BC 1400 മിഡിൽ ഈസ്റ്റിലൂടെ ഈജിപ്തിലേക്കും പിന്നീട് അവിടെ നിന്ന് റോമൻ വ്യാപാരപാതകളിലൂടെയും ഇവ ലോകമെമ്പാടും പരന്നു. അതെ, അതൊരു ചെറിയ യാത്രയായിരുന്നില്ല. അധ്യായം 3. വ്യാവസായിക കോഴി. ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കോഴികൾ മനുഷ്യചരിത്രത്തിന്റെ മാത്രമല്ല, ആഗോള കാർഷിക, വ്യാവസായിക മേഖലകളുടെ തന്നെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ കണക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ലോകത്തിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോഴിയിറച്ചിയുടെ 74% വരുന്നത് ഫാക്ടറി ഫാമുകളിൽ നിന്നാണ്. ബാക്കി വരുന്ന 26% മാത്രമാണ് തുറസായ സ്ഥലങ്ങളിൽ വളർത്തുന്ന കോഴികളിൽ നിന്നുള്ളത്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന കോഴി വളർത്തലിന്റെ സിംഹഭാഗവും തികച്ചും വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ആഗോള വ്യവസായത്തിനു വേണ്ടി നമ്മൾ കോഴികളുടെ ജനിസുകളെ തന്നെ പ്രധാനമായും 2 ആക്കി മാറ്റിയെന്നതാണ്. ഇറച്ചിക്കായി വളർത്തുന്ന ബ്രോയിലർ കോഴികൾ 6 ആഴ്ചയിൽ താഴെ സമയം കൊണ്ടുതന്നെ പൂർണ്ണ വളർച്ചയെത്തും. എന്നാൽ മുട്ടയ്ക്കായി വളർത്തുന്ന ലെയർ കോഴികളാകട്ടെ വർഷത്തിൽ 300-ലധികം മുട്ടകളിടാൻ പാകത്തിന് ജനിതകമായി മാറ്റിയെടുക്കപ്പെട്ടവയാണ്.
ഇനി മുട്ടക്കോഴികളുമായി ബന്ധപ്പെട്ട് വാണിജ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന ഫോഴ്സ്ഡ് മൗൾട്ടിംഗ് എന്നൊരു രീതിയുണ്ട്. മുട്ടയുൽപാദനം കുറയുമ്പോൾ കോഴികൾക്ക് 7 മുതൽ 14 ദിവസം വരെ തീറ്റ നൽകാതിരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇത് തീർച്ചയായും അവയുടെ ശരീരഭാരം ഗണ്യമായി കുറയാൻ കാരണമാകുമെങ്കിലും മുട്ടയുൽപാദന ചക്രത്തെ പുനരുജ്ജീവിപ്പിക്കാനും വാണിജ്യപരമായി കൂടുതൽ കാലം അവയെ ഉപയോഗിക്കാനും ഈ രീതി സഹായിക്കുന്നു. അധ്യായം 4. ശാസ്ത്രം, ജനിതകശാസ്ത്രം, സംസ്കാരം. വ്യവസായത്തിൽ നിന്നും നമുക്ക് നേരെ ശാസ്ത്രത്തിലേക്കും സംസ്കാരത്തിലേക്കും വരാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുതപ്പെടുത്തുന്ന ചരിത്രം തന്നെയാണ്. നമ്മളിന്ന് കോഴികളെ ഭക്ഷണമായിട്ടാണല്ലോ കാണുന്നത്. എന്നാൽ അതിനും എത്രയോ കാലം മുമ്പ് കോഴിപ്പോരിനു വേണ്ടിയാണ് ഇവയെ ആദ്യമായി ഇണക്കി വളർത്തിയത്. പണ്ടത്തെ പല വിശ്വാസങ്ങളിലും കോഴി ഒരു പുണ്യമൃഗമായിരുന്നു. അതുമാത്രമല്ല, ദേവന്മാരുമായി സംസാരിക്കാൻ പൂവൻകോഴികളെ ബലി കഴിക്കുന്ന എലക്ട്രിയോമൻസി എന്നൊരു ആചാരം വരെ അക്കാലത്ത് ഉണ്ടായിരുന്നുവെന്ന് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നില്ലേ? ഇനി ശാസ്ത്രലോകത്തേക്ക് വന്നാലോ? അവിടെയും കോഴികൾ സൂപ്പർ സ്റ്റാറുകളാണ്. ഭ്രൂണശാസ്ത്രത്തിലും അവയവങ്ങളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനങ്ങളിലും കോഴികൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. 2004-ൽ ജനിതക ഘടന അഥവാ ജീനോം പൂർണ്ണമായും കണ്ടെത്തപ്പെട്ട ആദ്യത്തെ പക്ഷിവർഗമായി കോഴി മാറി. ജീവശാസ്ത്ര പഠനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നേട്ടമായിരുന്നു. ഇനി നമ്മൾ ഈ കാണുന്ന വിവരങ്ങളിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനുമായുള്ള ഇവയുടെ ജനിതക താരതമ്യമാണ്. കോഴിയുടെ ജീനോം വലിപ്പം 1.21 ബില്യൺ ബേസ് പെയറുകൾ മാത്രമാണ്. മനുഷ്യന്റേത് 3.2 ബില്യണും. പക്ഷേ വലിപ്പത്തിൽ ഇത്രയും വ്യത്യാസമുണ്ടെങ്കിലും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന ജീനുകളുടെ എണ്ണത്തിൽ നമ്മളും കോഴികളും ഏറെക്കുറെ തുല്യരാണ്. എന്താലേ? 2006-ല് ശാസ്ത്രജ്ഞർ നടത്തിയ ത്രില്ലടിപ്പിക്കുന്ന ഒരു പരീക്ഷണമുണ്ട്. കോഴികളിലെ ടോൾപിഡ് 2 എന്നൊരു പ്രത്യേക ജീൻ അവർ പ്രവർത്തനക്ഷമമാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചെന്നോ? കോഴിയുടെ ഭ്രൂണത്തിന്റെ താടിയെല്ലുകളില് പുരാതന പക്ഷികളുടെ ഫോസിലുകളിൽ കാണുന്നതുപോലെ പല്ലുകൾ വളരാൻ തുടങ്ങി. അതെ, കോഴികൾക്ക് ദിനോസറുകളുമായുള്ള പുരാതന ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. ഏഷ്യയിലെ വെറും മുളങ്കാടുകളിൽ തുടങ്ങി ഇന്ന് ആഗോള വ്യവസായത്തിന്റെയും ജനിതകശാസ്ത്രത്തിന്റെയും കേന്ദ്രബിന്ദുവായി മാറിയ ഈ പക്ഷിയുടെ 8000 വർഷത്തെ മഹായാത്രയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇതെല്ലാം കാണുമ്പോൾ ഒടുവിൽ ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു. ഇത്രയും വലിയൊരു വിജയഗാഥയ്ക്ക് പിന്നിൽ ശരിക്കും മനുഷ്യർ കോഴികളെ ഇണക്കിയെടുത്തതാണോ, അതോ കോഴികൾ അവരുടെ വംശവർദ്ധനവിനും നിലനിൽപ്പിനുമായി നമ്മൾ മനുഷ്യരെ അതിവിദഗ്ധമായി ഉപയോഗപ്പെടുത്തിയതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.